ഇവിടെ നടത്തുന്ന ഓരോ പ്രോഗ്രാമൊന്നും ലഭിക്കുന്ന മെച്ചം കൊണ്ടാണ് നാട്ടിലെ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനം സാധിച്ചത്. ഏതായാലും നമ്മുടെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഈ വേദിയിലേക്ക് ഈളംതൊകയുടെ പ്രസിഡന്റ് ഫരീദ് ഇക്കോടി ക്ഷണിക്കുകയാണ്. അതേപോലെ ഞങ്ങളുടെ ഈ പരിപാടിക്കും എല്ലാ സപ്പോർട്ടും എപ്പോഴും ചേർന്ന് നിൽക്കുന്ന 1-to-1 മീഡിയയുടെ ഡയറക്ടർ മിസ്റ്റർ മൻസൂർ അലി, അദ്ദേഹത്തെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദീർഘിപ്പിച്ച് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് സംഘടനകൾ കത്തലുണ്ട്. നമ്മളൊക്കെ ഓരോ പരിപാടികൾ നടത്തുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം ലഭിക്കും. പക്ഷെ നമ്മൾ ലഭിക്കുന്ന ഒരു റിയാൽ പോലും അതിന് മറ്റൊരു ചെലവഴിക്കാതെ വെറും ചാരിറ്റിക്ക് വേണ്ടി മാത്രമാണ് ലഭിക്കുന്നത്. 5 വർഷം കോഴിക്കോട് കുതിരോടത്ത് മാനസിക ഹോസ്പിറ്റലിൽ തുടർച്ചയായി അവർക്ക് ഭക്ഷണവും പ്രോഗ്രാമും ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ സാധിച്ചത് ഓരോ സംഘടനയും സംയുക്താഭിമുഖ്യത്തിലാണ് നടത്താൻ സാധിച്ചത്. ആദ്യമായിട്ട് നടത്തിയത് ഈളംതൊകയും സ്കോഷും, രണ്ടാമത് നടത്തിയത് ഈളംതൊകയും വഴട്ടുമണ്ണും, മൂന്നാമത് നടത്തിയത് ഈളംതൊകയും സ്നേഹതയും, നാലാമത് നടത്തിയത് ഒരുപാടക്കുളം ഖത്തറും ഈളംതൊകയും, അഞ്ചാമത് നടത്തിയത് ഫ്രണ്ട്സ് ഓഫ് കോഴിക്കോടും ഈളംതൊകയും. അങ്ങനെ 5 വർഷം തുടർച്ചയായി 800ഓളം ആളുകൾക്ക് ഭക്ഷണവും പ്രോഗ്രാമും ഒരുക്കാനും സാധിച്ചിട്ടുണ്ട്. അതേപോലെ 2022 ദുശ്ശരോഗികൾക്ക് വേണ്ടി ഈളംതൊകയും ഫ്രണ്ട്സ് ഓഫ് കോഴിക്കോട് ആഭിമുഖ്യത്തിൽ പരിപാടി നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ വടകര വിവാഹ സ്കൂൾ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു ദിവസം ഫുള്ള് അവരോടൊപ്പം ഭക്ഷണവും പ്രോഗ്രാമുമായിട്ട് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ സ്നേഹതീരം അനാഥ മന്ദിരം കാപ്പാട്, അവിടെയും ഭക്ഷണവും ഒരു അടിപൊളി ഗസലും അവർക്ക് വേണ്ടി എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ അമ്മത്തൊട്ടിൽ നെസ്റ്റ്, അതേപോലെ അവിടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആ കുഞ്ഞുങ്ങൾക്ക് 1 മാസത്തെ ഭക്ഷണം ഞങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 2024 ഈളംതൊകയും വഴട്ടുമണ്ണ ആഭിമുഖ്യത്തിൽ കണ്ണൂർ കളയിലും അതേപോലെ അഭയം മലപ്പുറം മതായി സ്കൂളും പരിപാടി സംഘടിപ്പിക്കാനും അവർക്കും ഭക്ഷണം ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2025 തൃശ്ശൂർ കളയിലും പരിപാടി നടത്താൻ സാധിച്ചിട്ടുണ്ട്.